എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ള വചനമാണ്. ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ സഹോദര പ്രീതി നിലനിർത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നടത്തുവാനായിട്ട് കഴിയുന്നെങ്കിൽ മാത്രമേ അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവന് വിജയാളിയായി തീരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായൊരു പ്രസ്താവനയാണ് ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. സഹോദര വർഗത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ചില കാര്യങ്ങൾ എന്നോർപ്പിച്ച് ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതായ അതിപ്രധാനമായ 14 പ്രസ്താവനകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. സഹോദര സ്നേഹം നിലനിൽക്കണമെന്നും അപരിചിതരായ അതിഥികളായ ആളുകളെ സൽക്കരിക്കണമെന്നും 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. തടവുകാരെ ഓർക്കുവാൻ കഴിയണമെന്നും കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കേണ്ടതുണ്ടെന്നും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കണമെന്നും ജീവിതത്തിൽ സംതൃപ്തരാകുവാനായിട്ട് നമുക്ക് കഴിയണമെന്നും നിങ്ങളുടെ ഭരണാധികാരികളെ ഓർക്കുന്നവരായി തീരണമെന്നും ശരിയായ ഉപദേശങ്ങളിൽ നിന്ന് അകന്നു പോകരുതെന്നും ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റണമെന്നും ഈ അധ്യായത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മാത്രമല്ല, സ്തോത്രയാഗം അർപ്പിക്കുക, നന്മ ചെയ്യാൻ മറക്കാതിരിക്കുക, കൂട്ടായ്മ ആചരിക്കാൻ മറക്കരുത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കുവാൻ മറക്കരുത്, നിങ്ങളെ നടത്തുന്നവർക്ക് വന്ദനം ചെല്ലുക തുടങ്ങിയ അനവധി ആഴമായ പ്രസ്താവനകൾ ഈ 13-ാം അധ്യായത്തിനുള്ളിൽ ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര വർഗത്തെ ആത്മാർത്ഥമായി സ്നേഹിപ്പാനായിട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥമായി ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് സാധിക്കുക എന്നതാണ്. അബ്രഹാമിനെയും ലോത്തിനെയും നാം ഒന്ന് നോക്കുമ്പോൾ, ലോത്തിന് അബ്രഹാമിനോട് വേണ്ടതുപോലെ ഇഷ്ടമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരുന്ന അബ്രഹാമിന് ലോത്തിനോടുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന യോസേപ്പിനെയും മറ്റുള്ളവരെയും സംബന്ധിച്ചു നോക്കുമ്പോഴും സഹോദരവർഗത്തിന് യോസേപ്പിനോട് പ്രീതി ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവാത്മാവുള്ള യോസേപ്പിന് തൻ്റെ സഹോദരന്മാരോട് ആഴമായ പ്രീതി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവാത്മാവിൻ്റെ വ്യാപാരമുണ്ടാകുമ്പോഴാണ് സഹോദര വർഗത്തെ സ്നേഹിപ്പാനായിട്ട്, അവരെ പ്രീതിയോടെ കാണുവാനായിട്ട് കഴിയുക. ആ തലത്തിലുള്ള ഒരു സഹോദര പ്രീതിയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയേണ്ടതിന് ഒരു വിശേഷ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങനെയുള്ള ഒരു ജീവിതം കൊണ്ട് നാം നമ്മിൽ വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയേണ്ടതിനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, വാസ്തവമായി ദൈവം ഞങ്ങളിൽ വസിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുവാൻ കഴിയേണ്ടതിന്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതിന്, ഞങ്ങൾക്ക് സഹോദര പ്രീതി നിലനിർത്തി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.